എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. നാടിൻ്റെ നന്മയ്ക്ക്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഒതുങ്ങുന്ന നല്ല നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. നാടിൻ്റെ നന്മയ്ക്ക് ഒതുങ്ങുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളാകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ അതിൻ്റെ വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന ഏറ്റവും നല്ല നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട് അവർ രാഷ്ട്ര സേവനം, നാടിൻ്റെ സേവനം നടത്താൻ സാധിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. എപ്പോഴും നാടിൻ്റെ നന്മയ്ക്ക് ആരാണ് ഏറ്റവും നല്ലത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുക. സഭയ്ക്ക് ഈ തെരഞ്ഞെടുപ്പുള്ള അങ്ങനെ ഒരു നിലപാടൊന്നും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. സഭയോട് സ്നേഹമുള്ളൂ, സഭയെ കരുതുന്നവർക്കും വോട്ട് ചെയ്യുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും നാടിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ സഭയെ സ്നേഹിക്കുന്നവർക്കും സഭയോടും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ നന്മ ചെയ്യുന്നവർ തന്നെയായിരിക്കണം വരേണ്ടത്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിന്, അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ ഒരു അവഗണന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരു ഉണ്ടാകുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ അവഗണന, ഇതെല്ലാം മനസ്സിലാക്കി തന്നെ നാടിൻ്റെയും ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വോട്ട് ചെയ്ത് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം. എല്ലാവരും വോട്ട് ചെയ്യണം, നിർബന്ധമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർ നാടിൻ്റെ നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്താകുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തിടപഴകുന്നവർ അങ്ങനെയുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും. ഇലക്ഷനിൽ ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്തിട്ട് തെളിവാടി കാണിക്കുന്നത്. ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മുടെ നാടിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ബോധ്യമുള്ളവരെ തന്നെ വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ ചെയ്യുള്ളൂ, അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു. നാടിൻ്റെ നന്മയ്ക്ക് പറ്റുന്നവർ നേതാക്കന്മാർ വരട്ടെ എന്ന് ആശംസിക്കുന്നു.